Namaste, welcome back viewers, welcome back to my channel Mintrader. ഫോറക്സ് മാർക്കറ്റിൽ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാം, ഇതിൽ ഏത് ടൈം ഫ്രെയിമിലാണ് കൂടുതൽ ആക്യുറസി, നമുക്ക് ഫേക്ക് ട്രേഡ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ ഗോൾഡിൻ്റെ അതേപോലെ US ഓയിലിൻ്റെ പെർഫോമൻസിൽ കാണിക്കുന്നത്. ഇപ്പം US ഓയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസമായിട്ട് ഡൗൺ ആണ്. ഇന്ന് മാർക്കറ്റ് മോർണിംഗിൽ 7:45 ശേഷം വന്ന ഡൗൺഫോളിൽ നല്ല റിട്ടേൺസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് 3 ദിവസമായിട്ട് അപ് ട്രെൻഡ് ആണ്. നോക്കുകയാണെങ്കിൽ 188 പോയിന്റ്സുള്ള അപ് ട്രെൻഡിൽ കയറി ഇന്നും മാർക്കറ്റ് ബൈ ആണ്. ഇന്നലെ നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് നമുക്ക് ഉണ്ടായിരുന്നു, നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട്, അതായത് നമുക്ക് സിഗ്നൽസ് വന്നു. ഇപ്പം ആദ്യം US ഓയിലിൻ്റെ പെർഫോമൻസ് കാണിച്ചു തരാം. ഇപ്പോൾ സിഗ്നൽസ് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേക്ക് ട്രേഡ് എക്സ്ട്രാ കളറിലൂടെ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിന് മുമ്പ് വന്ന ബൈ പെട്ടെന്നൊരു അപ് ട്രെൻഡ് കയറി എന്നല്ലാണ്ട് സ്ട്രോങ്, അതായത് സഡൻ ഹൈക്കായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ബൈ കൺഫേം അല്ല എന്ന് പറഞ്ഞിട്ടുകൊണ്ട് എക്സ്ട്രാ കളർ അവിടെ കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ സെപ്പറേറ്റ് കളറായിട്ട് അവിടെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്ക് ഒരു സിഗ്നലാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ 7th മെയിലെ പെർഫോമൻസ് ആണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ നമുക്ക് സെല്ല് തന്ന സമയം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റും. അപ്പോൾ സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് കൺഫേം ചെക്ക് ചെയ്യണം. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്നൽ വരുമ്പോൾ ക്യാൻഡിലിൻ്റെ കളർ റെഡ് വരണം, താഴത്തെ കൺഫർമേഷൻ ബാർ സെല്ല് വരുമ്പോൾ രണ്ടും കൺഫേം ആകണം. പിന്നെ ഇവിടെ കൺഫർമേഷൻ വന്നപ്പോൾ വോളിയം ഉണ്ടായിരുന്നില്ല, കൺഫർമേഷൻ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആയിരുന്നു. അത് കഴിഞ്ഞ് സപ്പോർട്ട് ഇവിടെയാണ് കട്ട് ചെയ്ത് അവിടെയാണ് ട്രേഡ് എടുത്തത്. അവിടെ നിന്ന് മാർക്കറ്റ് താഴ്ത്തിറങ്ങി ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 3 ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡൗൺ ട്രെൻഡ്, നമുക്ക് 2-3 ദിവസമായിട്ട് നമുക്ക് ഡൗൺ തന്നെയാണ്. നമുക്ക് അതിൻ്റെ പുറകിലത്തെ പെർഫോമൻസ് നോക്കിയാൽ കാണാം. നമുക്ക് ഡൗൺ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസമായിട്ട് ഡൗൺ കണ്ടിന്യൂ. അപ്പോൾ ഇന്നലെ നല്ലൊരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നും അതേപോലെ മാർക്കറ്റ് ഡൗൺ ഇറങ്ങുകയാണ്. ഇപ്പോഴും ഡൗണിലേക്ക് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ 3 ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം 30 മിനിറ്റ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 30 മിനിറ്റ്സ് ഗോൾഡിൽ നമുക്ക് എപ്പോഴും ടൈം ഫ്രെയിം നമുക്ക് 30 മിനിറ്റ്സ് ആണ് ബെറ്റർ. അതേപോലെ US ഓയിൽ 15 വയ്ക്കാം. പക്ഷേ 15 നമുക്ക് ക്രിപ്റ്റോ മാർക്കറ്റിൽ അതേപോലെ US ഓയിലൊക്കെ 15 മിനിറ്റ്സ് നമുക്ക് ഇട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 15ൻ്റെ മേലിൽ ടൈം ഫ്രെയിംസ് എന്തായാലും വെക്കണം. നമുക്ക് ഗോൾഡിലും അതേപോലെ കറൻസി ഇപ്പോൾ 30 ആണ് കുറച്ചുകൂടെ ആക്യുറസി വരുന്നത്. 30 ഇടാം. 5 സ്കാൽപ്പിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. 15 ഇടാം. 5ഉം സ്കാൽപ്പിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ നമുക്ക് ലാസ്റ്റ് നമുക്ക് 5th തന്ന നമുക്ക് ബൈ ട്രേഡാണ് 11:30 തന്നതാണ്. അവിടെ നിന്ന് സിഗ്നൽ വന്ന് കൺഫേം ആയി അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് പോയി. ഇന്നലെ നല്ലൊരു സ്ട്രോങ് ബ്രേക്ക് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് എക്സാമ്പിൾ മനസ്സിലാക്കാൻ അഡ്മിനിസ്ട്രേഷൻ ഇന്നലെ ഹോൾഡ് ചെയ്ത് നല്ല റിട്ടേൺസ് ആണ്. അതേപോലെ തന്നെ മാർക്കറ്റ് ഇന്നും സെയിം അതേപോലെ തന്നെ ബ്രേക്ക് ചെയ്ത് കയറി. ഇന്നും നല്ല 10-38 പോയിന്റോളം കയറിയിട്ടുണ്ട്. അത് നമുക്ക് 5 മിനിറ്റ്സിൽ ലാസ്റ്റ് വന്ന ട്രേഡ് 5 മിനിറ്റ്സ് നമ്മൾ എപ്പോഴും കണ്ടും പൂട്ടി വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ 5 നമുക്ക് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 30 ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് വരുന്നത്. 5 നോക്കിയേക്ക് ഒരുപാട് സിഗ്നൽ വന്നിട്ടുണ്ട്. എന്നാൽ ഡൗൺ ഇറങ്ങിയെന്ന് വെച്ചാൽ കൺഫേമും ആണെന്ന് റിവേഴ്സും പോയി. ഇപ്പോൾ 5 നമുക്ക് എപ്പോഴും 5 തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. പക്ഷേ 5 നമുക്ക് വയ്ക്കാൻ 30 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കണമെന്ന് മനസ്സിലാവും. ലാസ്റ്റ് വന്ന ബൈ പ്രകാരം നല്ല റിട്ടേൺസ് പോയിട്ടുണ്ട്. 10-38 പോയിന്റോളം കയറിയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ആക്യുറസി വരുന്ന 30 അവിടെ കറക്റ്റ് ഡൗൺ സൈഡ് ഇല്ല എന്ന് കാണിച്ചിട്ടുണ്ട്. തിരിച്ചതേപോലെ മാർക്കറ്റ് ഇപ്പോഴും നോക്കുകയാണെങ്കിൽ പുൾ ബാക്ക് ആണ്. അതായത് മാർക്കറ്റ് റിട്രേസ് ഇറങ്ങുവാണ്. അവിടെ സെൽ ഇല്ലാന്ന് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ബൈ ഹോൾഡ് ചെയ്ത് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് ആണ്. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ സ്ട്രാറ്റജി. അതിൽ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അലേർട്ടും കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ക്യാൻഡിൽ കളർ താഴത്തെ കൺഫർമേഷൻ ബാർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ എടുക്കാം. സൈഡ് വേസ് ആണ് നടക്കുന്നത്. റെസിസ്റ്റൻസിൻ്റെയും ബ്രേക്കൗട്ടും കൂടെ നോക്കുക. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. കണ്ടിന്യൂഷൻ പോകുമ്പം നെക്സ്റ്റ് പുൾ ബാക്കിൽ നിന്ന് പിടിക്കുക. റിട്രേസ്മെൻറ്റ് പോകുന്ന സമയത്ത് അവിടുന്ന് നെക്സ്റ്റ് ബ്രേക്കൗട്ടിൽ പിടിക്കുക. ഇപ്പം ഇന്നലത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ പുൾ ബാക്കിൽ നിന്ന് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് അവിടെ നേരെ കയറി അവിടുന്ന് വൈകുന്നേരം വരെ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് സെക്ഷനിലാണ് ഒന്ന് പുൾ ബാക്ക് ആയത്. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ രാവിലെ പിന്നെയും റിട്രേസ്മെൻറ്റിൽ നിന്ന് മാർക്കറ്റ് കയറി. ഇപ്പം 4697 അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ 4753 വരെ പോയിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് പുൾ ബാക്ക് ചെറുതായിട്ട് മാർക്കറ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ആയിട്ടില്ല. നമുക്ക് മാർക്കറ്റ് തിരിച്ച് കയറാൻ സാധ്യത ഇപ്പോഴും അതിനകത്ത് കാണിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ലൈവ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യും.